ഹായ്, എല്ലാവർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നുണ്ടല്ലോ മഹാരാഷ്ട്രയിൽ സ്പെഷ്യലായിട്ടുള്ള കാലിപ്പീട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം ഉണ്ട്. ഇവർ ലഞ്ചിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണിത്, ഒരു സംഭവം. അപ്പോൾ ഇത് പല സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കും. അപ്പം ഞാനിന്ന് സോയ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ സോയാബീൻ ഉണ്ടല്ലോ, അതിനത് കുതിർത്തിട്ട് ഒരു 2-3 വട്ടം ഇതിലിങ്ങനെ നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് കളയണം. അപ്പം അതിനകത്ത് പതഞ്ഞ് വരും. അതിനൊരു 2-3 വട്ടം പിഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പത കുറയും. അപ്പം അങ്ങനെ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണിയൻ ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, മല്ലിയുടെ ഇലയുണ്ട്, തക്കാളി ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്യാം. പൊട്ടറ്റോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ പൊട്ടറ്റോയുടെ ഒരു ബജി ഉണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുക്കണം. പിന്നെ പച്ചമുളക്, ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നായിട്ട് തേപ്പിളയുടെ ഒരു മസാലയും പിന്നെ പറാട്ടയുടെ ഒരു മസാല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിലപ്പോൾ ആ മസാലപ്പൊടികളും ഇതിനകത്ത് ഇപ്പോൾ ഒരു പ്രാവശ്യം തേപ്പിള മസാല ഇട്ടുണ്ടാക്കാറുണ്ട്, പിന്നെ ഒരു പ്രാവശ്യം എന്താ പറയുക പറാട്ട മസാല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മറ്റുള്ള മുളക് പൊടി, ആംചൂർ പൗഡർ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് പല രീതി. അപ്പോൾ ടേസ്റ്റിൽ കുറച്ച് ഡിഫറൻസ് വരും. പിന്നെ ഇതിനകത്ത് കുറച്ച് കടലപ്പൊടിയും കൂടി ആഡ് ചെയ്യണം നമുക്ക് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം ഇത് പല കൊത്തമ്പീർ, അതായത് മല്ലിയിലയുടെ കാലിപ്പീട്ടും ഉണ്ടാക്കും. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് സോയാബീൻ്റെയാണ്. അപ്പം നമുക്കൊന്ന് വീഡിയോ കണ്ടുവരാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ സോയേനെ ഒന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട്, ഞാൻ ചെറിയ ജാറാണ് എടുത്തിരിക്കണേ, വെള്ളം അധികം ഉണ്ടാകാൻ പാടില്ല കേട്ടോ, ഒന്ന് തുടച്ചെടുത്തോളൂ. വെള്ളം ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ അത് വേറെ സാധനങ്ങളൊന്നും ഇപ്പോൾ ചേർക്കേണ്ട, നമുക്ക് ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ അതിനകത്തേക്ക് ആ സോയേനെ ഇതുപോലെ അതിൻ്റെ അടിയിലായിപ്പോയി ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തു കേട്ടോ. നല്ലോണം ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തു. ഇപ്പോൾ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ പൊടി പോലെ കിട്ടും. നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോണത് പൊടികൾ. അപ്പോൾ തേപ്പിലയുടെയും പറാട്ടയുടെയും മസാല തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ, അതും നല്ല ടേസ്റ്റായിരിക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാൻ കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ എരിവിനായിട്ട് ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പച്ചമുളക് ഇനി എരിവുള്ള മുളക് പൊടി ഇടണില്ല കേട്ടോ. പിന്നെ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്, നല്ല ജീരകം കുറച്ച് അജ്വൈൻ, ഇതേപോലെ നമ്മുടെ ഓവ ഉണ്ടല്ലോ അതിനെ കയ്യിലൊന്ന് ഇട്ടിട്ട് അതിനൊന്ന് ഇട്ട് കൊടുക്കുക ഞെരടിയിട്ട്. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി, ഒരു നുള്ളു കായത്തിൻ്റെ പൊടി, പിന്നെ ഉപ്പിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി, വെളുത്തുള്ളി ഇട്ടിട്ടില്ല, ഇഞ്ചിയാണ് ഇട്ടേക്കണത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇഞ്ചി അരിഞ്ഞത് ചേർക്കണ്ട. പിന്നെ അധികം വെളുത്തുള്ളി ചേർത്തിട്ടില്ല, ഇഞ്ചിയും പച്ചമുളകാണ് ചേർത്തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി അരിഞ്ഞതോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റോ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് കടലപ്പൊടിയാണ് എടുത്ത് വെച്ചേക്കണേ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കുറച്ചൊരു ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ട് പരത്തിയെടുക്കണം. നമ്മൾ ചില്ല ചെയ്തുല്ലോ അതിനെക്കാട്ടിലും കുറച്ചും കൂടി തിക്കായിട്ടിരിക്കണം. അധികം ചില്ല ചെയ്തപ്പോൾ നമ്മൾ നല്ല ലൂസായിട്ടാണ് ചെയ്തത്. ഇത് നമ്മൾ കൈ കൊണ്ട് പരത്തിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ വേണം ഇരിക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഉണ്ടല്ലോ കുറച്ച് ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഗാർലിക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് ഗാർലിക് പൗഡർ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇതേപോലെ വെറൈറ്റി ഐറ്റംസൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിന് ശേഷം ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴക്കണം. അപ്പോൾ ആ സമയത്ത് കടലപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുഴച്ചെടുത്തുകൊണ്ട് ഞാൻ ആ 1/2 കപ്പ് അളവിലാണല്ലോ കടലപ്പൊടി എടുത്തത്, അതിൻ്റെ ഒരു പകുതിയും കൂടിയും കടലപ്പൊടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പകുതി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. അപ്പോൾ വെള്ളം ആദ്യം തന്നെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് കണ്ടോ. അപ്പോൾ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ കിട്ടിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരളവ്, ഇപ്പോൾ സോയ ഞാനത് എടുത്തിരിക്കുന്നത് 2 കപ്പാണ്. ബാക്കി എല്ലാ പച്ചക്കറിയും കുറച്ചായിട്ട് അരിഞ്ഞിട്ടേക്കുന്നത് കണ്ടോ. ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളത് എടുക്കാനും കിട്ടില്ല, നമ്മൾ ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ഇതിന് ഇനി നമ്മൾ എങ്ങനെ പരത്തണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. പരത്താനായിട്ട് നമുക്കൊരു തുണിയൊക്കെ വേണം. അപ്പോൾ ഞാനത് എങ്ങനെയാണ് കാണിച്ചു തരാം.
അപ്പോൾ തക്കാളി ബീഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ചപ്പാത്തിയുടെ കല്ലുമ്പോൾ ഞാനൊരു വൈറ്റ് എന്തെങ്കിലും ഒരു ടൗൽ എന്തെങ്കിലും നനച്ചിട്ട് ഒന്ന് നനച്ച് പിഴിഞ്ഞിടുക. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ വിടർത്തിയിടുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇത് കടലപ്പൊടി ഉള്ളത് കൊണ്ടാണ് ഒരുപാട് പൊട്ടിപ്പോകാതെ, അല്ലെങ്കിൽ സൈഡ് ഇങ്ങനെ വിണ്ട് പോകും കേട്ടോ. പിന്നെ അത് ഏത് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ബീൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, വട്ടാണ, ബീൻസ് ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെയാണ് ആഡ് ചെയ്തതെന്ന് മാത്രം. ഇതുപോലെ നല്ല കുറച്ചൊരു കട്ടിയിൽ വേണം, എന്നാൽ തീരെ അങ്ങോട്ട് ഒരുപാട് കട്ടി വേണ്ട, ഒരുപാട് കനം കുറയാനും പാടില്ല. പതുക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിൽ ഇടയിൽ ഇങ്ങനെ 2-3 ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെ അങ്ങനെ തന്നെ ചൂടായ തവയിലേക്ക് മറയ്ക്കുക. ഞാനിങ്ങനെ കൈ കൊണ്ട് എടുക്കാറുണ്ട്, എനിക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല, അതിങ്ങനെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ അതിനെ. അപ്പോൾ ഇതിനെ ഇങ്ങനെ തന്നെ തുണിയോടുകൂടി തന്നെ ചൂടായ തവയിലേക്ക് മറച്ചാൽ മതി. ഞാനപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ദോശത്തവയിലാണ് ചെയ്യണത്, തവ ചൂടാക്കിയിടാം. അപ്പം ഞാൻ എടുത്തപ്പോൾ കുറച്ചൊന്ന് പൊട്ടിപ്പോയിട്ടോ, അതെനിക്ക് ചിരി വന്നു പെട്ടെന്ന്. ഇത് കല്ലുമ്മേ നമുക്ക് പരത്തിയെടുക്കാം, പക്ഷെ അത് ഇത്തിരി ഡേഞ്ചറാണ്. കാരണം ഞാനൊരു പ്രാവശ്യം പരത്തിയിട്ട് എൻ്റെ കൈ ചെന്ന് കല്ലുമ്മ മുട്ടിയായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഇവിടുത്തെ ഒരാളോട് ചോദിച്ചാണ് ഇത് ചെയ്യണത്. അപ്പോൾ അവരാണ് പറഞ്ഞത് ഇങ്ങനെ തുണിയിൽ വെച്ച് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ദോശക്കല്ലിലേക്ക് ആദ്യം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ ദോശക്കല്ലുമ്പോൾ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലെണ്ണ ഞാൻ ഈ ഹോളിലൊക്കെ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് കുറച്ച് ചുറ്റിലും ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് ഇതിനെ 2 പുറം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോഴേക്കും ഞാൻ അടുത്തത് പരത്തട്ടെ. ഇത് ഇട്ട് ഉടനെ തന്നെ മറക്കരുത് കേട്ടോ. അത് പെട്ടെന്ന് മറിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടി പോകും. കുറച്ച് സമയം അതിനെ ലോ ഫ്ലെയിമിൽ വെക്കണം, 2-3 മിനിറ്റ് വെക്കണത്. അത് കണ്ടില്ലേ, ഇങ്ങനെ എടുക്കാൻ പാകത്തിനാണ്, കൊണ്ട് ഇവിടെ പൊട്ടിയേക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വച്ചതിന് ശേഷം വേണം മറക്കാൻ കേട്ടോ. അപ്പോൾ ഞാനതിനെ ഫ്ലിപ്പ് ചെയ്തിട്ടു. പൊട്ടിയൊന്നും പോയില്ല. അതായത് ഇവിടെ കുറച്ച് ക്രാക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ പരത്തണേൻ്റെയൊക്കെ കുറച്ചുണ്ടാവും. ഞാൻ അത്രയും കൂടെ എക്സ്പേർട്ടൊന്നും ആയിട്ടില്ല ഞാൻ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. അത് ഭയങ്കര ഹെൽത്തിയാണ്. ശരിക്കും ഡയറ്റ് ചെയ്യണവർക്കും പിന്നെ വേറെ എന്തെങ്കിലും കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും ആയാലും രാത്രിയിൽ ഡിന്നറിന് ചോറും ചപ്പാത്തിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ ബാക്കി കൂടി ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ മഹാരാഷ്ട്ര സ്പെഷ്യൽ. ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ ഫുഡ് വേറെ എവിടെയെങ്കിലും സ്പെഷ്യലാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടാക്കണേ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു വെറൈറ്റി കൂടി ഉണ്ട്, അതും കൂടി ഞാൻ ജോവറിൽ ചെയ്യണതുണ്ട്, അതും കൂടി ഞാൻ കാണിക്കാം അടുത്ത ദിവസം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.